ക്ലിയർ മെജോറിറ്റി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സതീഷിന്റെ അല്ല, ക്രെഡിറ്റ് ക്ലിയർ ആയിട്ട് മെജോറിറ്റി ഒന്നും കിട്ടിയതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ 71 സീറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിളക്കമാർന്ന വിജയമൊന്നും ആയിട്ട് പറയാൻ അല്ല, ഒരു പറ്റില്ല. 85 സീറ്റിന് എബോവ് ഒരു 85 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സീറ്റിനോ 90 സീറ്റുകൾക്കൊക്കെ അടുത്തെങ്കിലും കിട്ടുകയാണെങ്കിൽ സതീശന്റെ സാധ്യത കൂടും. അതേസമയം ഒരു 75 സീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിനകത്ത് കെ സി വലിയ വേണുഗോപാലിന്റെ പ്രശ്നം ഉണ്ടാവും. സാധ്യതയും കെ കൂടും. സി വേണുഗോപാലിന്റെ സാധ്യതയല്ല, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇതിന് പുറത്ത് വലിയ ക്ലെയിം വെക്കും. രമേശ് ചെന്നിത്തല ഇപ്പോഴും വിചാരിക്കുന്ന ഒരു 75-ന് മാത്രമേ എത്തുള്ളൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകണമെന്ന് കോൺഗ്രസിലെ വലിയ നേതാക്കന്മാരൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ ഒരു പക്ഷത്ത് നിൽക്കുന്നുണ്ട്. വി ഡി സതീശൻ്റെ ഒപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഗ്രൂപ്പൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം തുറന്നു പറയാതിരിക്കാൻ വയ്യ, വി ഡി സതീശൻ്റെ ഒപ്പമാണ് അണികൾ ഒരുപാടുള്ളത്. എന്ന് പറഞ്ഞാൽ അണികളെ ഉത്തേജിപ്പിക്കാനും അണികൾക്ക് വലിയ വിജയം സമ്മാനിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ പോലും നേരത്തെ പറഞ്ഞ പോലെ ഇത് കോൺഗ്രസ് പാർട്ടിയാണ്, നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യുക വയ്യ. നാളെ ഹൈക്കമാൻഡ് ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിച്ചാൽ പിന്നെ അതിനെ മറികടക്കാനൊന്നും എന്തല്ല അത്ര എളുപ്പം അല്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പിന്നെ ഇനി കേന്ദ്രത്തിൽ മറ്റേ AICC പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞിട്ട് പോലും ആളുകൾ പോയിട്ടില്ലെന്ന് ആലോചിക്കണം. അതായത് അശോക് ഗെഹ്ലോട്ടിനോട് നിങ്ങൾ വന്ന് AICCയുടെ, അതായത് ഒരു പാർട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. AICCയുടെ പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന 90 MLA മാരെ കൊണ്ട് രാജിവെപ്പിക്കാൻ പോയി.